പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങുകയാണ് തലസ്ഥാനം. അതിനു മുന്നോടിയായി കൊഞ്ചിരവിള ശ്രീഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവം ആരംഭിച്ചു കഴിഞ്ഞു. ഈ മാസം 21-ന് ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പൊങ്കാലയർപ്പിക്കും. ആറ്റുകാൽ പൊങ്കാലയോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് കൊഞ്ചിരവിള ഭഗവതിയുടെ പൊങ്കാലയും. തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കൊഞ്ചിരവിള ശ്രീ ഭഗവതി ക്ഷേത്രം 200 വർഷത്തിലധികം പഴക്കമുണ്ട് ക്ഷേത്രത്തിനെന്ന് കരുതപ്പെടുന്നു. അഭീഷ്ടവരദായിനിയാണ് കൊഞ്ചിരവിള ഭഗവതി എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ ചരിത്രം ആമ്പല്ലൂർ തറവാടുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ആമ്പല്ലൂർ കാരണവർ കണ്ട സ്വപ്നത്തിൽ നിന്നാണ് മൂലസ്ഥാനമായ ആമ്പല്ലൂർ കാവിന്റെ ഉദ്ഭവവും. ഇന്നും ഈ സ്ഥലം മൂലസ്ഥാനമായി കണ്ട് വിളക്കുവെച്ച് ആരാധിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഭരണസമിതിയും അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ സർക്കാർ വകുപ്പുകളും കോർപ്പറേഷൻ എല്ലാ രീതിയിലും ശക്തമായിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. നമ്മുടെ MLA മന്ത്രിയുമായിട്ട് ശ്രീ ശിവൻകുട്ടി അവരുടെ സാന്നിധ്യത്തിൽ അവലോകനം നടന്നു. മേയർ നേരിട്ട് തന്നെ പല കാര്യങ്ങൾ ശ്രീ വി രാജ് കാര്യങ്ങൾ നടത്തുന്നു. ഇന്നലെയും മേയർ വന്ന് ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള റോഡുകളുടെ ലറ്റ് ക്ലിയർ ആയോ എന്നുള്ളത് നോക്കാൻ വേണ്ടി വന്നിരുന്നു. എല്ലാ രീതിയിലും സർക്കാരും കോർപ്പറേഷനും വിവിധ വകുപ്പുകളെല്ലാം ശക്തിയുക്തം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിന് യാതൊരു മാറ്റവുമില്ല. കൊഞ്ചിരവിള ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഇത്തവണത്തെ പൊങ്കാല മഹോത്സവവും ആരംഭിച്ചു കഴിഞ്ഞു. ദേവിയെ തോറ്റം പാട്ടുപാടി കാപ്പുകെട്ടി കുടിയിരുത്തി പൊങ്കാല, താലപ്പൊലി, കുത്തിയോട്ടം, പുറത്തെഴുന്നള്ളിപ്പ് തുടങ്ങിയ ചടങ്ങുകളോടെ മഹോത്സവം കുംഭം 10-ന് കൊടിയിറങ്ങും. പരമ പവിത്രവും പരിശുദ്ധവും വളരെയധികം ഭക്തി നിറഞ്ഞതുമായ ഒരു അന്തരീക്ഷവും നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ നൽകുന്നതായ ഒരു ദേവിയാണ് കൊഞ്ചിരവിള ഭഗവതി എന്ന് പറയുന്നതിന്. 9 ദിവസം ഉത്സവം, 10 ദിവസം ഉത്സവവും 9ാമത്തെ ദിവസം പൊങ്കാല കഴിഞ്ഞോടുകൂടി ദേവിയെ പുറത്തെഴുന്നള്ളിച്ച് 10ൻ്റെ അന്ന് തിരിച്ചു വന്നിട്ട് അന്ന് രാത്രിയാണ് കുടിയിളക്കണത്. കുടിയിളക്കി അന്ന് രാത്രി കുരിശി എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. അതും കഴിഞ്ഞതിന് ശേഷമാണ് ഈ മഹോത്സവം അവസാനിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിന് സമാനമായ ചടങ്ങുകളാണ് കൊഞ്ചിരവിള ക്ഷേത്രത്തിലെന്ന പ്രത്യേകതയുമുണ്ട്. ഇത്തവണയും ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളെയാണ് കൊഞ്ചിരവിള ശ്രീ ഭഗവതി ക്ഷേത്ര പൊങ്കാലയ്ക്കായി പ്രതീക്ഷിക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളും അറിയിക്കുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.